അങ്ങനെ മലയാള സിനിമയിലെ ഒരു പ്രശസ്ത നടിയായി പൂർണിമ ജയറാം വളർന്നു. ദോഷം പറയരുതല്ലോ. മറ്റു നടികളെക്കുറിച്ച് കേട്ടിരുന്ന ചില മോശ വർത്തമാനങ്ങളൊന്നും പൂർണിമ ജയറാമിന് കേട്ടിട്ടുണ്ടായില്ല. അഭിനയിക്കാൻ വരുന്നു, അഭിനയിക്കുന്നു, അത് തിരിച്ചു പോകുന്നു, അവരുടെ കാര്യം മാത്രം. അങ്ങനെ കുറേ മലയാള സിനിമകളിൽ അഭിനയിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് മദ്രാസിൽ ചെല്ലുമ്പോഴും കേരളത്തിലെ ലൊക്കേഷൻ ചെല്ലുമ്പോഴും മാധ്യമത്തിന് വേണ്ടി ഞങ്ങളുടെ 10 വാരികയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അവരുടെ ഭാഗത്തുണ്ടായി. ഇൻ്റർവ്യൂ ആയാലും ഫോട്ടോ സെഷൻ ആയാലും എല്ലാം സജീവമായി ചെന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമുക്കൊരു വാർത്ത കിട്ടി. ഭാഗ്യരാജ് വളർന്നു വന്ന ഒരു സംവിധായകനാണ് തമിഴ് സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പ്രവീണ, ആ പ്രവീണയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. പ്രവീണ മരിച്ചത് മഞ്ഞപ്പിത്തം പിടിച്ചാണെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലായി. കാരണം പ്രവീണ ഒരു നടിയായിരുന്നു. ഭാഗ്യരാജ് ആരുമല്ലാത്തൊരു കാലത്ത് സ്നേഹപൂർവ്വം, സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു നടിയാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള പ്രവീണയുടെ മരണത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചു.